അച്ഛൻ ഇതുവരെ ഉണർന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ പോയി? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടോ? എണീക്കും എന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. അച്ഛാ അച്ഛാ അച്ഛാ, ശല്യപ്പെടുത്താതെ ഉറക്കം ക്ഷീണം. അച്ഛാ, ഒരുപാട് വൈകി. വിളിച്ചു പറയാനുള്ള സ്ഥലമാണ്. വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി. എല്ലാം അകത്തുണ്ട്. കാരണം എന്താ അവൻ മറ്റോനല്ലേ? ഏയ് അല്ലല്ല, ഇവൻ കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ കണ്ണപ്പൻ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടെ പേടിപ്പിക്കണത്? അവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി അതിഥി എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്നാ. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറഞ്ഞോണ്ട് വരട്ടെ. ശരി. ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, യവന്റെ ശല്യം. അല്ല, ഇതാരാ? വന്നാട്ട്. നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. എന്തൊരു തേവേണ്ണ ഇത് മിസ്റ്റർ കുബേര. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്താലേ വേഷ അറിയും. ആരാ അത്? യൂണിയൻകാരോ? എന്തു വേണം? ഇവിടെ അടുത്തൊരു ലോഡ് ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. പോളി വന്നേ. ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇങ്ങനെ ആ പറഞ്ഞ സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒരു പിടി കിട്ടുന്നില്ലടേ. പറയാ, എന്റെ പെങ്ങളവിടെ. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ, അച്ഛനെങ്കിൽ ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ. ഇവിടുത്തെ അടിച്ചു കളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയാ, സത്യം പറയാൻ. പറയാ, നിന്റെ ആരാള്? അയ്യടാ, കൊള്ളാം. അവന്റെ ആരുമല്ല. ഇവളേ ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യയാണ്. എന്താ എന്താ എന്താ? നിർത്താ, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്. അവരെ നമ്പർ ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? എടാ പുല്ലുകളെ, ഞാനിപ്പം വിടക്കാണ് വടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്ന കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും നിന്റെ ഒക്കെ തലയെറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്കെത്ര പിള്ളേരും? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. ഇത്ര നൊന്തുവാ ഒരു തേവേണ്ണ. എടോ, കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? ഇനി അവനെ അടിക്കരുത്. അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരൻ. വെറും കൂലിക്കാരൻ. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ ഒന്ന് വിളിച്ചിറക്കേണ്ട ചെന്താമരയാ ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ? എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ?
എടാ ഒന്നുമില്ലായ്മ ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ ആണിച്ചരാടാ നിന്നൊക്കെ ഓടി ഇറങ്ങി പാടി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരിൽ നിന്ന് തെളിയിച്ചു തരാവിടെ ചന്തകളെ. തൃപ്തിയായാലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോട് എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇറങ്ങി പോടാ പുറത്ത്. വേണ്ട വേണ്ട. സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനേ ഇല്ല. വടി ഇവിടെ വരാൻ.